നമസ്കാരം. സമ്പത്തിന് നിയമങ്ങൾ എന്ന പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ബിസിനസ് മാസ്റ്ററി ഹബിൽ നമ്മൾ 100 ദിവസത്തെ ഒരു യാത്രയ്ക്കുള്ള തുടക്കമാണ്. സമ്പത്തിനെ പറ്റിയിട്ട് മനസ്സിലാക്കുക, അതിന്റെ രഹസ്യങ്ങൾ അറിയുക, അതിന്റെ നിയമങ്ങൾ അറിയുക. അതിലൂടെ ജീവിതത്തിലെ സമഗ്ര മേഖലയിലും നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ആഗ്രഹം. അപ്പോ 7 ദിവസത്തെ സെഷൻ നിങ്ങൾ നേരത്തെ കണ്ടു കാണും. കാണാത്തവർ ഞാനതിന്റെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 1 by 1 ആയി കാണുക. 1 മുതൽ ഇങ്ങോട്ട് കാണുക. അതിന്റെ തന്നെ ഷോർട്സ് ആയിട്ടും ഇട്ടിട്ടുണ്ട്, അതും കാണുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലും ഇത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ ദിനേശ് മുങ്ങത്ത്, UAE നിന്നുള്ള ഒരു എന്റർപ്രണറാണ്, അതുപോലെ ഓത്തറാണ്, ഹാപ്പിനെസ് ലൈഫ് കോച്ചാണ്, അതുപോലെ ബിസിനസ് മെന്റർഷിപ്പ് മെന്ററാണ്, ലോ ഓഫ് അട്രാക്ഷൻ സർട്ടിഫൈഡ് ട്രെയിനറാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ കാണുന്നു. അപ്പോൾ ഇന്ന് ഇത് ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ ജീവിതത്തിൽ കടന്നുപോയ കാലഘട്ടങ്ങളെയും അതുപോലെ തന്നെ പഠിച്ച് മനസ്സിലാക്കിയ അല്ലെങ്കിൽ അറിഞ്ഞ് അനുഭവിച്ച കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് ദ ലോ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത്. ചിലത് വളരെ ക്ലിപ്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ജീവിതത്തിൽ എടുത്തു പറയുന്ന രീതിയിൽ ബിസിനസിന്റെ ആംഗിളിൽ നിന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും അത് കണക്ട് ചെയ്യാൻ സാധിക്കാതിരിക്കില്ല. എല്ലാവർക്കും നോർമലായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ലളിതമായിട്ട് ദിവസമാണ്. ജീവിതത്തിൽ മാറ്റമുണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ മാറ്റമുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന അനവധി പേരുണ്ട്. പക്ഷേ ദിവസേന ഒരു ചെറിയ മാറ്റം പോലും നടപ്പാക്കാൻ തയ്യാറായവർ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ അതിൽ പെടുന്ന ഒരാളാണോ എങ്കിൽ ഒന്ന് യെസ് ഒന്ന് ടൈപ്പ് ചെയ്യുമോ താഴെ. അതായത് മാറ്റം നടപ്പിലാക്കാൻ തയ്യാറായ ഒരാളാണ് നിങ്ങളെങ്കിൽ യെസ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഇതാണ് യഥാർത്ഥമായ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. പലർക്കും വലിയ ലക്ഷ്യങ്ങളുണ്ട്. സമ്പന്നനാകണം, ബിസിനസ് വളരണമെന്നുണ്ട്, അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരനാവണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. സ്വാതന്ത്ര്യമുള്ള ജീവിതം വേണം, അല്ല അതാണല്ലോ അടിസ്ഥാനപരമായിട്ട് ബിസിനസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ അവർ കാത്തിരിക്കുന്ന ആ ഒരു വലിയ അവസരം അല്ലേ, അതാണ് കാത്തിരുന്നിരിക്കുന്നത്. അവർക്ക് തോന്നുന്നത്, അതുപോലുള്ള ആൾക്കാർക്ക് തോന്നുന്നത് ഒരു ദിവസം അതങ്ങ് വന്നു ചേരുമെന്നാണ്. അങ്ങനെയാണോ സംഭവിക്കുന്നത്? അല്ല. യഥാർത്ഥ ജീവിതം അങ്ങനെ മാറ്റപ്പെടുന്ന ഒന്നതല്ല. വലിയ ഫലം നേടുന്നത് ചെറുമാറ്റങ്ങളിലൂടെ മാത്രമാണ് എന്നുള്ള തത്വം ഒന്നറിയുക. അതായത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് റെഫർ ചെയ്യാൻ കിട്ടും. പുസ്തകങ്ങൾ എന്ന് വെച്ചാൽ അതൊക്കെ അവർ അനുഭവത്തിൽ നിന്നും കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന പുസ്തകം, അതുപോലെ തന്നെ റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ്ബ്, മാസ്റ്റർ യുവർ മൈൻഡ് എന്ന് പറയുന്നു. അങ്ങനെ കുറേ പുസ്തകങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ റെഫർ ചെയ്ത് പോയി, കുറച്ച് മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. ഇവിടെ നമുക്ക് ടിന്നി ഹാബിറ്റ്സ് മേക്ക് യു പെർഫെക്റ്റ് എന്താ പറയാം. നമ്മൾ ചെറിയ ചെറിയ ഹാബിറ്റ്സുകൾ മാറുമ്പോൾ, ചെറിയ ശീലങ്ങൾ വലിയ ഫലങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറയും. നമുക്ക് പലർക്കും തോന്നുന്നത് സമ്പത്ത് ഒരു വലിയ ആശയമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സമ്പത്ത് ഒരാൾ ദിവസേന ചെയ്യുന്ന ചെറിയ തീരുമാനങ്ങളിലാണ് മറിഞ്ഞിരിക്കുന്നത് എന്നൊന്ന് ഉൾക്കൊള്ളുക. അതായത് ഒരു ചെറിയ ശീലം മാറ്റുക, അത് നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറ്റും. എന്തുകൊണ്ടാണ് ഞാനിവിടെ ശീലത്തെ പറ്റി പറയുന്നത് വെച്ചാൽ, സമ്പത്ത് എന്ന് പറയുന്നതും ശീലമാണ്. നമുക്ക് ഒരു ശീലത്തിലൂടെയാണ് സമ്പത്ത് അനുഭവിക്കാൻ പറ്റുക, ശീലത്തിൽ മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, രാവിലെ ഒരു 10 മിനിറ്റ് വെൽത്ത് ഫോക്കസ് മെഡിറ്റേഷൻ ചെയ്യാൻ സഹായിക്കുന്ന എത്ര പേര് നമ്മൾ എടുക്കുന്നു? അതായത് മനസ്സിൽ പണത്തെ ആകർഷിക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ ദിവസേന ഒരു 15 മിനിറ്റ് നേരം ബിസിനസ്സിലെ അക്കൗണ്ട്സുകൾ നോക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകും അനാവശ്യ ചെലവുകളെ കുറക്കാനുള്ള ചിന്തകൾ. അല്ലെങ്കിൽ ദിവസവും പുതിയൊരു ബിസിനസ് ആശയം കുറിച്ചെടുക്കാനായിട്ട് ചെറിയ ചെറിയ ക്ലാസ്സുകൾ, ഇതുപോലെ വീഡിയോകളൊക്കെ കാണാൻ എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയി ചെയ്യാൻ സാധിക്കുന്ന എത്ര പേരുണ്ട്? ഇതാണ് നമ്മൾ പൊതുവെ പറയാറുള്ള കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? റോബർട്ട് കിയോസാക്കിയുടെ കോമ്പൗണ്ട് എഫക്റ്റ്, അല്ലെങ്കിൽ വരൻ ബഫറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്ന തത്വം.
ചെറിയ കാര്യങ്ങൾ വലിയ ഫലങ്ങൾ സൃഷ്ടിക്കുന്ന നിയമം. ഇത് മനസ്സിലാക്കണം. അതായത് ശീലങ്ങൾ നമ്മുടെ നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ സാമ്പത്തിക ഭാവി തീരുമാനിക്കുന്നത്. പണം എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത് കഴിവുകൾക്ക് പകരം ശീലങ്ങൾക്ക് അനുസരിച്ചാണ്. ഞാൻ കഴിഞ്ഞ 6ാമത്തെ സെഷനിൽ കൃത്യമായി പറഞ്ഞു, സമ്പത്ത് ഉണ്ടാക്കുന്നത് നമ്മുടെ തീരുമാനങ്ങളാണ്, നമ്മുടെ പരിശ്രമമല്ല, പകരമുള്ള പരിശ്രമത്തോടു കൂടിയുള്ള തീരുമാനങ്ങളാണ്. നമ്മുടെ ദിനചര്യയിൽ നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക. അതാണ് നമ്മുടെ സാമ്പത്തിക നിലയെ നിർണ്ണയിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ദിവസവും എന്താണ് വായിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ദിവസം എന്താണ് കേൾക്കുന്നത്? നിങ്ങൾ ദിവസം ആരോടാണ് സംസാരിക്കുന്നത്? നിങ്ങൾ ഓരോ ദിവസം എന്താണ് ആലോചിക്കുന്നത്? ഇതൊന്ന് ആകെ തുകയാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ സമ്പന്നതയുടെ മനസ്സ് എന്ന് പറയുന്നത്. നമ്മൾ കാണുന്നത് എന്താണെന്ന് ഞാനിപ്പോൾ പരാമർശിക്കുന്നില്ല. ഒരു യഥാർത്ഥ ബിസിനസ്സുകാരൻ ചെയ്യേണ്ട കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പറയും, എനിക്ക് ലോക വാർത്തകൾ കേൾക്കണ്ടേ, അവിടെയുള്ള സംഭവങ്ങൾ അറിയണ്ടേ, ഒക്കെ വേണം. പക്ഷെ അതാണോ നിങ്ങളുടെ പ്രൈം ഗോൾ? ലോകകാര്യങ്ങൾ അറിയണം, പക്ഷെ അതിനാണോ പ്രിയോറിറ്റി? എല്ലാ സമയത്തും ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്നതാണോ പ്രിയോറിറ്റി? അല്ല. അപ്പൊ പറയും, ഇല്ല, എനിക്ക് ഇൻസ്റ്റയിൽ കയറി കുറെ ബിസിനസ് ഐഡിയകൾ കിട്ടും. ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് കിട്ടിയിട്ട് ഒരു ഐഡിയ പോരെ കാശുണ്ടാക്കാനായിട്ട്? അപ്പോ നമ്മുടെ മനസ്സ് പണത്തെക്കുറിച്ച് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുക. അത് തന്നെയാണ് പണത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നത് എന്നൊന്ന് അറിയുക. അതായത് ശീലം മാറ്റുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്, അല്ലെ ഫലം മാറുന്നത്. അപ്പോൾ ഒരു ചെറുമാറ്റം വലിയ പരിണാമത്തിലേക്ക് കടക്കുമെന്ന് പറഞ്ഞു. സിമ്പിളാണ്, കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. ഓരോ ദിവസവും 1% വളർച്ച നേടുക. ഒരു ദിവസം മുഴുവൻ മാറ്റപ്പെടുത്തേണ്ടതില്ല, 1%. നാളെ നിങ്ങൾ ഇന്നേക്കാൾ 1% മെച്ചപ്പെട്ടാൽ മാത്രം മതിയാകും. അതിൽ കൂടുതൽ വേണമെന്നില്ല. അപ്പോൾ ഒരു വർഷത്തിൽ എത്ര പെർസെൻറ്റേജ് ആവും? തീർച്ചയായിട്ടും 37 മടങ്ങ് വളർച്ച വർദ്ധിക്കും. 1% improvements per day is equal to 365% transformation per year. അല്ലേ? 36.5. അതുകൊണ്ട് സ്വയം ഒന്ന് ചോദിക്കുക, ഇന്ന് ഞാൻ എവിടെ ചെറിയൊരു പുരോഗതി നേടാൻ സാധിക്കും? ഇന്ന് ഞാൻ എന്തൊരു പുതിയ തീരുമാനമായിരിക്കും എടുക്കുക? ജസ്റ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ, കീപ് ഗോയിങ്. ഈ സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. സാമ്പത്തിക അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് ഒരു ദിവസം കൊണ്ടല്ല, ദിവസവും 1% കൊണ്ട് മാത്രമായിരിക്കും മതി എന്ന് അറിയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെലൈക്കൺ എനേബിൾ ചെയ്യുക. എല്ലാ ദിവസവും വരുന്ന ഈ വീഡിയോ കാണുക. ഒറ്റ കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് പോകുന്നു, സ്ഥിരത, കൺസിസ്റ്റൻസി ഈസ് ദ കീ ഫോർ എ സക്സസ് എന്ന് പറയും. അല്ലെങ്കിൽ കൺസിസ്റ്റൻസി തന്നെയാണ് യഥാർത്ഥ ധനബുദ്ധി എന്നറിയുക. കഠിനാധ്വാനത്തെക്കാൾ പ്രാധാന്യമാണ് സ്ഥിരത എന്ന് പറയുന്നത്. നിങ്ങൾ ദിവസേന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതാണ് വിജയത്തിന് അടിസ്ഥാനമായി മാറുന്നത്. നിങ്ങൾ ദിവസവും വായിക്കേണ്ടത് ധനബോധത്തെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങളായിരിക്കണം. ദിവസേന പ്ലാൻ ചെയ്യുന്നത് കൃത്യമായ ദിശാബോധത്തിലേ ആയിരിക്കണം. ദിവസേന പ്രവർത്തിക്കുന്നത് ഫലം ലഭിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം. അപ്പോൾ കൺസിസ്റ്റൻസി ബീറ്റ് ഇൻസ്റ്റൻസിറ്റി എന്നറിയുക. ദിവസം മുഴുവൻ പരിശ്രമമൊന്നും വേണ്ട, ദിവസം 10 മിനിറ്റ് മതിയാവും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. അത്തരം കാര്യങ്ങളാണ് ബിസിനസ് മാസ്റ്ററി ഹബിൽ പ്രാക്ടീസുകളായി എടുക്കുന്നത്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്കെല്ലാം അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ അഡ്മിനെ വിളിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും. എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്ക് വലിയൊരു സമ്പന്നമായ ബിസിനസ് കുടുംബം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഒരു ഫാമിലിയാണ് ലക്ഷ്യം ഉണ്ടാക്കുന്നത്. സമ്പത്ത് എന്ന് പറയുന്നത് തീരുമാനങ്ങളിൽ നിന്നല്ല, ചെറുശീലങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് അറിയുക. ആ ചെറുമാറ്റത്തിന് വേണ്ടി തയ്യാറാവുക. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ജോയിൻ ബിസിനസ് മാസ്റ്ററി ഹബ്. താഴെ ഞാൻ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയായി മുന്നോട്ട് പോകാമെന്ന് മാത്രം ഓർമ്മിച്ചു. ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.